മുകളിലൂടെ നോക്കിയാൽ സാധാരണ ഭൂമി, പക്ഷെ അതിനടിയിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം. അമേരിക്കയുമായുള്ള ചർച്ചകൾ അനിശ്ചിതമായിട്ട് തുടരുന്നതിനിടെ ഇറാൻ പുറത്തുവിട്ട ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും ഭീതിപ്പെടുത്തുന്നതും. ഇറാൻ ഭൂഗർഭ ആയുധ സമുച്ചയങ്ങളെ മിസൈൽ സിറ്റികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ അലി അബ്ദുല്ലാഹി ഇത്തരം ഒരു ഭൂഗർഭ മിസൈൽ കേന്ദ്രം സന്ദർശിക്കുന്നതും വീഡിയോയിൽ കാണാം. കെയ്ബർ, ഷെഖൻ, ഖദർ, സെജ്ജിൽ ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇത്തരം ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ഇറാൻ പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഉദ്ദേശം എന്താണ്? ഇറാൻ എന്തിനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്? ഒന്നുമില്ല, ഒരൊറ്റ കാര്യം മാത്രം. തങ്ങൾക്കെതിരെ ഏതെങ്കിലും രാജ്യം അനാവശ്യമായിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ തീർക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ചെറിയൊരു ഭീഷണിയിലൂടെ ലോകത്തെ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ആർക്കുള്ള മുന്നറിയിപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയേണ്ടിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ ഒരു ദൃശ്യം ഇറാൻ പുറത്തു വിടുന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ദർശനത്തിനിടെ ആയുധ ഉൽപാദനം വർദ്ധിച്ചതായിട്ടും പുതിയ സംവിധാനങ്ങൾ കൂടുതൽ ശേഷിയുള്ളവയാണെന്നും അവ കൂടുതൽ എണ്ണത്തിൽ നിർമ്മിക്കുന്നുണ്ട് എന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഭൂഗർഭ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആണവ ശേഖരവും മിസൈൽ സംവിധാനങ്ങളും പുറം ലോകത്തിന്റെ നിരീക്ഷണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശേഷിയാണ് ഇറാൻ പ്രദർശിപ്പിക്കുന്നത്. ഇറാൻ നേരത്തെയും ഇത്തരം ഭൂഗർഭ മിസൈൽ ശൃംഖലകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അമേരിക്ക പറഞ്ഞത് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത്. അതിലൊന്നും യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ ലോകം നോക്കിക്കാണുന്നത്. കാരണം അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇറാനിൽ നടപ്പിലാക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സന്ദർശനവും ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. ആ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം യുദ്ധത്തിൽ ഇനി ഞങ്ങൾ യുദ്ധം കൊണ്ട് തന്നെ ജയിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഇറാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു വെടിനിർത്തൽ ധാരണ അന്തിമ കരാറിലെത്താതെ കലാഹരണപ്പെട്ടതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ധാരണ ലംഘിച്ചു എന്ന ആരോപണം ഇരുപക്ഷവും പരസ്പരം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഇറാൻ തന്റെ മിസൈൽ ഉൽപാദന ശേഷിയും ഭൂഗർഭ ആയുധ കേന്ദ്രങ്ങളും വീണ്ടും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇറാൻ ഈ ഒരു ഭൂഗർഭ താവളങ്ങൾ ഇന്നോ ഇന്നലെയോ നിർമ്മിച്ചതല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് അതീവ രഹസ്യമായിട്ട് ഇറാൻ വികസിപ്പിച്ച് എടുത്ത ഒരു കാര്യമാണ് ഈ ഒരു മിസൈൽ സിറ്റി അല്ലെങ്കിൽ മിസൈൽ ശൃംഖലകൾ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് ഈ പർവ്വത മേഖലകൾക്ക് അടിയിൽ ഇത്തരം ഒരു 5-ലധികം വലിയ സൈനിക നഗരങ്ങൾ ഉണ്ട് എന്നാണ് പാശ്ചാത്യ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഭൂഗർഭ കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ലഭിക്കാവുന്ന സ്വാഭാവിക സുരക്ഷയാണ്. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു തുരങ്കങ്ങൾ വ്യോമാക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങൾ കാണുന്ന മിസൈൽ ശേഖരം ഏതൊരു വൻശക്തിയെയും ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ അഭിമാനമായിട്ടുള്ള ഈ കെയ്ഷ്ബർ, ഷെഖാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖാദർ, സെജ്ജിൽ തുടങ്ങിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിരനിരയായിട്ട് ഈ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ ഏത് കോണിലെയും ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായിട്ട് തകർക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറിച്ച് മിസൈലുകൾ നിർമ്മിക്കുകയും അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന അത്യാധുനിക ഫാക്ടറികൾ കൂടിയാണ് ഈ ഒരു ഭൂഗർഭ നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇനി പുറത്തു നിന്നുള്ള യാതൊരു സഹായവുമില്ലാതെ പൂർണ്ണമായിട്ടും ഉപരോധങ്ങളെ അതിജീവിച്ച് ആഭ്യന്തരമായിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ ശേഷിയാണ് ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ സൈനിക വക്താക്കളുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ആയുധ ഉൽപാദനത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വ്യോമാക്രമണങ്ങൾ നടത്തുന്ന ആത്മഹത്യാ ഡ്രോണുകളുടെ ഉൽപാദനം 3 ഇരട്ടിയായിട്ട് ഇറാൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ദൃശ്യ പ്രദർശനത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ വാഷിംഗ്ടണിനും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര പരാജയമാണ്
പ്രധാന കാരണമായിട്ട് എടുത്തു നോക്കിയെന്ന് അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നത്. ഇരുപക്ഷവും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ധാരണകളുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. US ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറാകാത്തതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ചെടിപ്പിക്കുന്നത്. ഈ ധാരണകൾ ലംഘിച്ചത് അമേരിക്കയാണെന്ന് ഇറാനും, ഇറാൻ രഹസ്യമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും തുടരുകയാണെന്ന് അമേരിക്കയും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ തർക്കങ്ങൾ ചർച്ചകളെ പൂർണ്ണമായിട്ട് നിർജീവമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇതോടെ സമാധാന ചർച്ചകളെക്കാൾ ഉപരി സൈനിക ശക്തി പ്രകടിപ്പിക്കാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനെ ഒരു മിസൈൽ നഗരങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലനത്തെ പാടെ മാറ്റിമറിക്കുന്നതാണ്. ഇസ്രയേലിനും അതുപോലെ തന്നെ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും ഈ ഒരു മിസൈൽ കേന്ദ്രങ്ങൾ നേരിട്ടുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏത് നിമിഷവും മിസൈലുകൾ വിക്ഷേപിക്കാൻ പാകത്തിലുള്ള ഓട്ടോമേറ്റഡ് ലോഞ്ച് സംവിധാനങ്ങളാണ് ഒരു തുരങ്കങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സാറ്റലൈറ്റുകൾക്ക് പോലും ഈ ഒരു മിസൈൽ കേന്ദ്രങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനമോ ഉള്ളിലെ ചലനങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. മിസൈലുകൾ പുറത്തെടുക്കാതെ തന്നെ തുരങ്കങ്ങളുടെ ഉള്ളിൽ നിന്ന് നേരിട്ട് വിക്ഷേപിക്കാനുള്ള ഒരു സ്മാർട്ട് ലോഞ്ചറുകൾ ഇറാന്റെ പക്കലുമുണ്ട്. ഇത് ശത്രു രാജ്യങ്ങൾക്ക് മുൻകൂട്ടി പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള സമയം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ചുരുക്കത്തിൽ ചർച്ചകളുടെ വാതിലുകൾ അടയുമ്പോൾ തങ്ങൾ യുദ്ധത്തിന് പൂർണ്ണ സജ്ജരാണെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇനി 50 വർഷം വരെ യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എന്തായാലും നയതന്ത്രം പരാജയപ്പെട്ടാൽ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ തുറക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയും സഖ്യകക്ഷികളെയും വരും ദിവസങ്ങളിൽ പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ നിർബന്ധിതരാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെറും ഒരു സംഭരണശാല എന്നതിനപ്പുറം മിസൈൽ ഫാമുകൾ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഈ ഒരു ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ഈ മനുഷ്യ സഹായം പരമാവധി കുറച്ചുകൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് റെയിലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് ലോഞ്ചറുകളാണ് ഈ ഒരു തുരങ്കങ്ങളിലുള്ളത്. അതായത് ശത്രുരാജ്യം ആക്രമണ സൂചന നൽകിയാൽ മിനിറ്റുകൾക്കകം 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം ഭൂമിയുടെ അടിയിൽ നിന്ന് പെട്ടെന്ന് തൊടുത്തുവിടാൻ, അതായത് മുകളിലേക്ക് വന്നിട്ട് അതിനെ തൊടുത്തുവിടാൻ ഈ ഒരു സ്വയം ചലിത സംവിധാനത്തിലൂടെ ഇറാന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇസ്രയേലിനുള്ള നേരിട്ടുള്ള ഒരു പ്രതിരോധ മുന്നറിയിപ്പാണ്. കാരണം ഇസ്രയേൽ ഇതുവരെ ഒരു നേരിട്ട് ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല. ഈ യുദ്ധത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ തിരിച്ചടി എത്രത്തോളം മാരകമായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ടെഹ്റാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഇനി ഇസ്രയേലിന്റെ ഏത് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ശേഷിയുള്ള ഒരു ഹൈപ്പർസോണിക് വേഗതയിലുള്ള മിസൈലുകളും ഈ ഒരു തുരങ്കങ്ങളിൽ സജ്ജമാണ്. അതായത് ഈ ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങളിൽ ഈ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഭൂഗർഭ നഗരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വൻ ശൃംഖലകളാണ്. അതായത് ഒരു താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ പോലും ആയുധങ്ങളും സൈനികരെയും സുരക്ഷിതമായിട്ട് മറ്റൊരു താവളത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഭൂഗർഭ റെയിൽവേ സംവിധാനങ്ങളും ട്രക്കുകൾക്ക് സഞ്ചരിക്കാവുന്ന വിശാലമായിട്ടുള്ള റോഡുകളും ഒരു തുരങ്കത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സിറ്റി തന്നെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുകയാണ്, അതേ സ്ഥലം തന്നെ താഴെ കാറും ബൈക്കും എല്ലാം പോകുന്ന രീതിയിലേക്ക് ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇറാന്റെ പ്ലാനിങ്, ഇറാൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഇറാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമാണ്. എന്തായാലും ഇത് പുറം ലോകത്ത് നിന്നുള്ള ഉപരോധങ്ങൾക്കിടയിലും സൈന്യത്തിന്റെ ആഭ്യന്തര വിതരണ ശൃംഖലയെ തടസ്സമില്ലാതെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രഹസ്യ താവളങ്ങളെല്ലാം തന്നെ ബാഹ്യമായിട്ടുള്ള ഇന്റർനെറ്റ് ശൃംഖലകളിൽ നിന്നും പൂർണ്ണമായിട്ടും വേർപെടുത്തപ്പെട്ട സൈബർ സുരക്ഷിത മേഖലകളാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ അവിടെ ചെക്ക് ചെയ്ത് ലൊക്കേഷൻ അയച്ച് നോക്കാം എന്നത് ശ്രമിച്ചാൽ പോലും നടക്കില്ല. കാരണം ഇതൊന്നും തന്നെ ഈ പറയുന്ന സൈബർ ഇടങ്ങളിൽ ഇല്ല, കാണിക്കുകയേ ഇല്ല. ടെക്നെക്സ്റ്റ് പോലുള്ള മലയേറുകൾക്കോ ഈ ഒരു സംവിധാനങ്ങളെ ബാധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടാതെ ശത്രുക്കളുടെ സാറ്റലൈറ്റ് റഡാറുകളെയും ഇലക്ട്രോണിക് സിഗ്നലുകളെയും ജാം ചെയ്യാൻ ശേഷിയുള്ള ഇലക്ട്രോണിക് യുദ്ധമുറ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ ഈ ഒരു പാറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് വലിയ സജ്ജീകരണമാണ്. ഒരു പാറ, ആ പാറയ്ക്കുള്ളിൽ താഴോട്ട് നോക്കുമ്പോൾ വലിയ ഈ ട്രക്കുകളും ആൾക്കാർക്കും സൈനികർക്കും ഒക്കെ സുരക്ഷിതമായിട്ട് നിൽക്കാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മിസൈൽ സിറ്റി. ആ മിസൈൽ സിറ്റിയുടെ 4 ചുറ്റും ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ സൈബർ ഇടങ്ങളോ റഡാറുകളോ ഒക്കെ ഘടിപ്പിച്ച് അതുവഴി പോയി കഴിഞ്ഞാൽ അതൊക്കെ ജാം ചെയ്യുന്ന രീതിയിൽ സജ്ജീകരിച്ച് വലിയ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരു മിസൈൽ സിറ്റി. അതുകൊണ്ടാണ് ഇറാൻ ഈ
ലോകത്തിന് മുന്നിൽ അമേരിക്കയും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് അവരെ വിറപ്പിക്കുന്നതും. എന്തായാലും ഇറാന്റെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അവർ ഓരോ പ്ലാനിങ്ങും ചെയ്യുമ്പോൾ അക്ഷരം പ്രതി അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീതിയും വെല്ലുവിളിയുമായിട്ട് മാറുകയാണ്.